ഗൗരി കൃഷ്ണയുടെ വിവാഹമോചനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജീവിതത്തിൽ ഞങ്ങളുടെ പ്രയോറിറ്റീസ് തികച്ചും വ്യത്യസ്തമാണ്. ഇനി സൗഹൃദം മാത്രം. മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം എന്നുമായിരുന്നു ഗൗരി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ഇതോടെയായിരുന്നു വിവാഹമോചനം സ്ഥിരീകരിച്ചത്. ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസം എന്ന് കഴിഞ്ഞ ദിവസം ഗൗരി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ഇവർ ഡിവോഴ്സായോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം. വ്ലോഗ് വൈകിയതിനെക്കുറിച്ചും പുതിയ പ്രോജക്റ്റിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇതേക്കുറിച്ച് പറഞ്ഞത്. ചേട്ടൻ ഇപ്പോൾ എവിടെയാണ്, കൂടെയില്ലേ, അങ്ങോട്ടേക്ക് പോകുന്നില്ലേ എന്നായിരുന്നു ഒരാൾ ഗൗരിയോട് ചോദിച്ചത്. അതിന് മറുപടിയായാണ് ഞങ്ങളിപ്പോൾ പിരിഞ്ഞാണ് താമസം എന്ന് ഗൗരി പറഞ്ഞത്. പാവമല്ലേ ചേട്ടൻ, ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ എന്ന ചോദ്യത്തിനും ഗൗരി കൃത്യമായ മറുപടി നൽകിയിരുന്നു. കൂട്ട് എന്തായാലും വേണം, എന്നാൽ ആ തോന്നൽ രണ്ടുപേർക്കും ഉണ്ടാവണം, എന്നാലേ കാര്യമുള്ളൂ. നല്ലൊരു കൂട്ടാവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ആരും മോശമായതുകൊണ്ടല്ല. എന്തായാലും എല്ലാവരും ഒരിക്കൽ മരിച്ചു പോകും. അതിനു മുന്നേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കണം. ഇന്നലെ വന്ന ഏതോ ഒരാൾക്ക് വേണ്ടി വിലപ്പെട്ട ജീവിതം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. രണ്ടുപേർക്കും ഒരുപോലെ താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നല്ലതായി വരും. നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല സ്നേഹം. സ്വാഭാവികമായി തോന്നേണ്ട കാര്യമാണ്. അങ്ങനെയല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാവാതെ മാറിപ്പോകുന്നത് ഒരു സെൽഫ് റെസ്പെക്റ്റാണ്. ഒന്നിച്ച് ജീവിക്കുന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുന്നൊരു കൂട്ടാവേണ്ടതല്ലേ. സമൂഹത്തിൽ കാണിച്ചു നടക്കാനോ ക്രെഡിറ്റിന് വേണ്ടിയോ അല്ല ഞാൻ കല്യാണം കഴിച്ചതെന്നും വിശേഷങ്ങൾ തിരക്കിയവരോട് ഗൗരി പറഞ്ഞിരുന്നു. ഇത്രയും നാളും എവിടെയായിരുന്നു എന്നന്വേഷിച്ച് എന്നെ തിരക്കി വന്നവരോടെല്ലാം നന്ദി പറയുന്നു. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞത്. ഇനി അങ്ങോട്ട് കൃത്യമായി വീഡിയോകൾ പങ്കുവെക്കാൻ ശ്രമിക്കാമെന്നും ഗൗരി വ്യക്തമാക്കിയിരുന്നു. ജീവിതത്തിലെ അപ്രതീക്ഷിത ട്വിസ്റ്റും വഴിത്തിരിവുമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. വലിയൊരു റോളർ കോസ്റ്റർ റൈഡിനൊടുവിലാണ് ഇവിടേക്ക് എത്തിയത്. ഇനി അഭിനയിക്കില്ലേ, വീഡിയോകൾ ചെയ്യില്ലേ, ആക്റ്റീവായിരുന്നൂടെ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു എനിക്ക്. വൈകാതെ തന്നെ പുതിയ പരമ്പര തുടങ്ങും. ഇനി കൃത്യമായി വ്ലോഗ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ജീവിതം തന്നെ ഒരു ബ്രേക്കിലേക്ക് പോയ സമയമായിരുന്നു. ഇത് പുതിയൊരു തുടക്കമാണ്. ഇതുവരെയുള്ള പിന്തുണയും സ്നേഹവും ഒക്കെ ഇനിയും കൂടെ വേണമെന്നും ഗൗരി ആവശ്യപ്പെട്ടിരുന്നു. എന്തോ നിങ്ങൾ പിരിഞ്ഞെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം. ചേട്ടൻ്റെ അമ്മയും ഒക്കെയായി ഗൗരി നല്ല കൂട്ടായിരുന്നല്ലോ. സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതല്ലേ ഇനി നല്ലത്. ഇത് ഗൗരിയുടെ ലൈഫാണ്. അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പിരിഞ്ഞെന്ന് കേട്ടപ്പോൾ എന്തോ വിഷമം വന്നുവെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നുമല്ല ആളുകൾ. ആരുടെയും ജീവിതത്തിൽ ഭാരമാവാൻ എനിക്ക് ആഗ്രഹമില്ല. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലെന്നുമായിരുന്നു ഗൗരി പറഞ്ഞത്.